നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ജില്ലയിലെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ചരിത്രാന്വേഷണ യാത്രകൾ എന്ന പ്രൊജക്ട് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ UP, HS, HSS വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പ്രാദേശിക ചരിത്രവും വിദ്യാലയ ചരിത്രവും എന്ന പ്രൊജക്ട് അവതരണം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കണ്ടശാങ്കടവ് സ്കൂളിൽ നടത്തി. PTA പ്രസിഡന്റ് CA മുരളിയുടെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടിയിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാര്യനിർവഹണ ഓഫീസർ PK അജിത് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ബീന K മേനോൻ, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, ഷീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ അബീദ ടീച്ചർ സംസാരിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന അനന്യ സമേതം പരിപാടിയുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദിന ക്യാമ്പ് സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിൽ നടന്നു. പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ വിഭാഗവും സമൂഹത്തിൽ നേരിടുന്ന നിരവധി സവിശേഷ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട ബോധവൽക്കരണ ക്യാമ്പിൽ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂൾ, കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ്, PJM ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. രാവിലെ ആരംഭിച്ച ഏകദിന ക്യാമ്പ് വൈകിട്ട് സമാപിച്ചു. ക്യാമ്പിൽ HM ആനി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും വിതരണം ചെയ്തു. അനന്യ സമേതം കോർഡിനേറ്റർ റിൻസി റാഫേൽ പദ്ധതി വിശദീകരണം നടത്തി. റിസോഴ്സ് പേഴ്സൺ നിഷ ജയതിലകൻ ക്ലാസ് നയിച്ചു. BRC ട്രെയിനർ സീമാജി നായർ, സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ PTA പ്രസിഡന്റ് റിനി റെജി, MPTA പ്രസിഡന്റ് നൈമ സത്യൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ബെറ്റി ടീച്ചർ, സിസി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. PJM LP സ്കൂൾ ഹെഡ്മാസ്റ്ററും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ അജിത് കുമാർ നന്ദിയും പറഞ്ഞു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ വാടനപ്പള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ബിനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വനിതാ കർഷകർക്ക് വിവിധയിനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. സ്വന്തം പുസ്തകം വിറ്റുകിട്ടുന്ന പണത്തിന്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകുന്നതിനുള്ള മാതൃകാ പ്രവർത്തനവുമായി 75-കാരിയായ റീത്ത ടീച്ചർ കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പളും എറവ സ്വദേശിനിയുമായ റീത്ത ആൻഡ്രൂസ് മാളിയേക്കൽ സ്വന്തം ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ സിന്ദൂര സ്മരണകൾ എന്ന പുസ്തകം വിറ്റുകിട്ടുന്ന പണം കേരളത്തിലും ആഫ്രിക്കയിലെ മെഡഗാസ്കറിലുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. എറവ കപ്പൽപ്പള്ളി സെയിന്റ് അൽഫോൻസ ഹാളിൽ കോയമ്പത്തൂർ പ്രേക്ഷിത പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ സാജു ചക്കാലക്കൽ പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ ഷാജി മാലിപ്പാറ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, കോയമ്പത്തൂർ ജയറാണി വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ് മേരി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ഫാദർ JB പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ റീത്ത ആൻഡ്രൂസ് മാളിയേക്കലിനെ പൊന്നാടയണിയിച്ചു ഉപഹാരവും നൽകി ആദരിച്ചു. പെരിങ്ങോട്ടുകര പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ, കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര, കോയമ്പത്തൂർ ജയറാണി പ്രൊവിൻഷ്യൽ സിസ്റ്റർ സായുജ്യ, മദർ സിസ്റ്റർ പാട്രിക്, TL വിൻസെന്റ്, പഞ്ചായത്ത് അംഗം CP പോൾ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് പാലന ആശുപത്രി ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി, പാടുംപാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ, ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയേക്കൽ സ്വാഗതവും, തൃശൂർ സെയിന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ ജൂലിയ നന്ദിയും പറഞ്ഞു. എൽവിൻ, ജോ എന്നിവർ ഗാനാർച്ചന നടത്തി. വാടനപ്പള്ളി പഞ്ചായത്തിൽ സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. കേരള സർക്കാരിന്റെ സംരംഭക വർഷം 2.0 അനുബന്ധിച്ച് വ്യവസായ വാണിജ്യ വികസന വകുപ്പും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയോജിതമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ നവ്യ മനോജ് നന്ദിയും പറഞ്ഞു.
ഭരണസമിതി അംഗങ്ങളും ബാങ്ക് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ സംരംഭകരും പങ്കെടുത്തു. തുടർന്ന് ബാങ്ക് അനുവദിച്ച വിവിധ സംരംഭക ലോണുകൾ ബ്ലോക്ക് പ്രസിഡന്റ് സംരംഭകർക്ക് കൈമാറി. വിവിധ ലൈസൻസുകൾ വിതരണം ചെയ്തു. ലോൺ സബ്സിഡി ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചു. മേളയോടനുബന്ധിച്ച് സംരംഭകർക്കായി ഡിജിറ്റൽ മാർക്കറ്റിംഗിനെക്കുറിച്ചുള്ള ഒരു ക്ലാസും സംഘടിപ്പിച്ചു. തളിക്കുളം കൈതക്കൽ തൊഴുത്തുംപറമ്പിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടുത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പഞ്ചവാദ്യം എന്നിവ നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, ഇരട്ടത്തായമ്പക, ഗുരുതി തർപ്പണം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. താന്ത്രിക പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്രം ശാന്തി ചേരിമല ബൈജു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ TK ഷൺമുഖൻ, TU സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി TG ബാബു, TR സുരേഷ്, TV രാമദാസ്, പ്രഹ്ലാദൻ, TR രാജൻ, TS പ്രേമൻ, മുകുന്ദൻ, മോഹനൻ, ദിലീപ്, ജ്യോതിഷ്, ധർമ്മരാജ് എന്നിവർ നേതൃത്വം നൽകി. ദേവാനന്ദ മേളത്തിന് ദയാനന്ദനും, കളമെഴുത്ത് പാട്ടിന് താന്യം കണ്ണൻ രംഗനും, നാദസ്വരത്തിന് ഗോപിയും നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.